നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. റിയാദ് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള പകർപ്പവകാശ സംരക്ഷണ സംവിധാനത്തിന്റെ ലംഘനത്തിന് 900 റിയാൽ പിഴ ലഭിക്കുന്ന കുറ്റമാണെന്ന് സൗദി ബൗദ്ധിക സ്വത്തവകാശ അതോറിറ്റി സ്ഥിരീകരിച്ചു. അവകാശപ്പെട്ട ഉടമയുടെ സമ്മതമില്ലാതെയും അനുമതി ഇല്ലാതെയുമുള്ള പ്രസിദ്ധീകരണം, പരിഷ്കരണം, വാണിജ്യ ചൂഷണം എന്നിവയ്ക്ക് പിഴ ലഭിക്കും. റിയാദ് കുറഞ്ഞ വിലയിൽ കാർ ലഭ്യമാണെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്യം ചെയ്ത് തട്ടിപ്പ് നടത്തുന്ന സംഘത്തെ റിയാദ് പോലീസ് പിടികൂടി. വ്യാജ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം സ്ഥാപിച്ച് അതുവഴിയാണ് ഇവർ ഇരകളിൽ നിന്ന് പണം കണ്ടെത്തിയിരുന്നത്. 3 അംഗ സംഘമാണ് പോലീസ് വലയിലായത്. യഥാർത്ഥ വിലയിലും വളരെ കുറഞ്ഞ വിലയ്ക്ക് കാറുകൾ വിൽക്കുമെന്നും തൊഴിൽ വിസകൾ ലഭ്യമാണെന്നും അവകാശപ്പെട്ടാണ് സിറിയക്കാരായ സംഘം തട്ടിപ്പുകൾ നടത്തിയിരുന്നത്. ദുബായ് ഇസ്രായേൽ കടന്നുകയറ്റങ്ങൾ ചെറുക്കുന്നതിൽ ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിൽ തികഞ്ഞ പരാജയമാണെന്ന് UAE കുറ്റപ്പെടുത്തി. സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ UAE പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷയാണ് UN സുരക്ഷാ കൗൺസിലിനെ നിശിതമായി വിമർശിച്ചത്. UN ചട്ടങ്ങളുടെ അടിസ്ഥാന തത്വങ്ങൾ ഇസ്രായേൽ പലവട്ടം ലംഘിച്ചിട്ടും തടയാൻ സുരക്ഷാ കൗൺസിൽ ഒന്നും ചെയ്തില്ല. ഖത്തർ ഒറ്റയ്ക്കല്ല. സുരക്ഷാ കൗൺസിൽ ഒന്നായി ഖത്തറിനു വേണ്ടി, സമാധാനത്തിനു വേണ്ടി, നീതിക്കു വേണ്ടി ശബ്ദമുയർത്തണം. ഇസ്രായേലിന്റെ അതിക്രമത്തെ തള്ളിപ്പറയണം. സുരക്ഷാ കൗൺസിലിന്റെ പൊതുവികാരം മേഖലയിൽ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നും ഗർഗാഷ് പറഞ്ഞു. കുവൈറ്റ് സിറ്റി വാടക വീട്ടിൽ അനധികൃതമായി ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തിയ ഇന്ത്യക്കാരൻ ഉൾപ്പെടെ 2 പ്രവാസികൾ കുവൈറ്റിൽ അറസ്റ്റിൽ. ആഭ്യന്തര മന്ത്രാലയവും പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷനും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇരുവരും പിടിയിലായത്. മിഷ്റഫിലെ വാടക വീട്ടിൽ ഇന്ത്യക്കാരനും സിറിയൻ സ്വദേശിയും ചേർന്നാണ് അനധികൃതമായി ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തിയത്. കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ. നന്ദി.